ചെമ്മനാണോ അമ്മ? ഇത് രക്തത്തിനമ്മ. നമുക്ക് കുറച്ച് ചെമ്മീൻ കിട്ടിയിട്ടുണ്ട്. ആ ക്യാമറ കണ്ടാൽ പിന്നെ ഇതൊക്കെ പതിവുള്ളതാണ്. ഇനി ഇത് ഇവളുടെ കയ്യിൽ നിന്ന് മേടിച്ചെടുക്കാൻ ഞാൻ കുറച്ച് പാടുപെടും. ഒരു മൽപ്പിടുത്തത്തിലൂടെ ഞാനത് മേടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ക്ലീൻ ചെയ്തെടുക്കാം. ഞാൻ ഇന്ന് ചെമ്മീൻ വെച്ചൊരു വെറൈറ്റി പരീക്ഷിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി അതിങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാം ആദ്യം. ഇത് ചെമ്മീൻ്റെ ചേട്ടനും കൊഞ്ചിൻ്റെ അളിയനുമായിട്ട് വരും. കുറച്ച് വലുപ്പമുള്ളതാണ് ഇന്ന് കിട്ടിയത്. അപ്പോൾ എന്തായാലും ഞാൻ വിചാരിച്ചു അത് വെച്ചിട്ടൊരു വെറൈറ്റി തന്നെ പരീക്ഷിക്കാമെന്ന്. അതിനുവേണ്ടി ഇങ്ങനെ അത് തല കണ്ടോ, തല ഇങ്ങനെ വെച്ചിട്ട് വേണം വെട്ടിയെടുത്തത്. പിന്നെ അതിൻ്റെ നടുവിലൊരു ഇതുണ്ടല്ലോ, എന്താ അതിൻ്റെ വേസ്റ്റ് പോണൊരു ഞരമ്പ് പോലത്തൊരു സാധനം അല്ലേ. എന്തായാലും അതൊക്കെ ഇങ്ങനെ വലിച്ചെടുത്ത് കളഞ്ഞിട്ട് ഞാനിങ്ങനെ തല വെച്ചിട്ടാണ് ഇന്ന് ചെയ്യുന്നത്. ഇത് ആദ്യമായിട്ടാണ് ഞാനിവിടെ പരീക്ഷിക്കുന്നത്. തലയും പാലും ഒന്നും കളയാണ്ട് വെച്ചേക്കുന്നതും കളയാണ്ട് മക്കൾക്ക് കൊടുക്കരുത്. എന്തായാലും ഒരു ചെറിയ മുള്ളു പോലെ സാധനമുണ്ട്. വെറൈറ്റി പരീക്ഷിക്കാന്ന് വിചാരിച്ച് വന്നതാ, അത് നശിപ്പിച്ച് ആ മൂടങ്ങ് പോയി. ഈ കുരിപ്പ് വന്നെന്ന് പറയുന്ന കേട്ടാ വല്ല കാര്യമുണ്ട് അമ്മയ്ക്ക് തലയും പാലൊക്കെ വെക്കണ്ടേന്ന്. പിന്നെ ഞാൻ അതിൻ്റെ തലയെല്ലാം നുള്ളി കളഞ്ഞ കേട്ടാ. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഒരു മസാല തയ്യാറാക്കി എടുക്കാം. ഇത് നല്ല വൃത്തിക്ക് കഴുകി വെച്ചു. ഇനി ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചത്, കുറച്ച് ചെറിയുള്ളി ചതച്ചതും, കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ കുറച്ച് ഉപ്പിടണം. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ, ഈ വെളിച്ചെണ്ണേൻ്റെ വിലയിൽ കുറച്ച് മതി. പിന്നെ നമുക്ക് പെരുംജീരകം പൊടിച്ചതും കൂടി ഞാൻ കുറച്ച് ഇടുന്നുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ച് ഇച്ചിരി കരിവേപ്പിലയും കൂടി ഇട്ടിട്ട് അതൊരു പേസ്റ്റ് പോലെ ആക്കിയെടുത്തു. ഇനി അതിലേക്ക് നമ്മുടെ ചെമ്മീനൊക്കെ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് പുരട്ടി വെക്കണം. ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിനുള്ള ക്ഷമയില്ലാത്തതുകൊണ്ട് ഞാനൊരു 5 മിനിറ്റേ വെച്ചുള്ളൂ കേട്ടോ. പിന്നെ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു. ഇനി അതിലേക്ക് ഇങ്ങനെ ചെമ്മീനെല്ലാം കൂടെ പെറുക്കി വെച്ച് അതിൻ്റെ മേലെ നമ്മുടെ ലാസ്റ്റ് ചെമ്മീനെല്ലാം വെച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ മേലെ ലാസ്റ്റ് വരുന്ന ബാക്കി വന്ന മസാല ഉണ്ടല്ലോ അതെല്ലാം കൂടെ ഒന്ന് എടുത്ത് വെച്ച് തേച്ച് പിടിപ്പിച്ചു. ഇനി അത് നമുക്ക് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇതിൽ നിന്ന് തന്നെ ഒരു വെള്ളം ഇറങ്ങി വരുമല്ലോ, അതിൽ കിടന്നത് വെന്തോളും. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഈ സംഭവം. ഇടയ്ക്ക് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കണം. അങ്ങനെ വേവിച്ചെടുത്തിട്ടുണ്ട് ഞാൻ. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. ഞാൻ നേരത്തെ വെട്ടിയ പോലെ ഞാൻ തലയൊക്കെ വെച്ച് വെട്ടുവാണെങ്കിൽ കാണാൻ ഒരു ചന്തം കിട്ടിയാണ്. അതെന്തായാലും പോട്ടെ. എന്തായാലും ഇത് നല്ല സംഭവം നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ടേസ്റ്റായിരുന്നു. ഇനി നമുക്ക് അടിപൊളിയാ.